നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടവരവായി ലഭിച്ച വസ്തുക്കൾ ലേലം ചെയ്യാതെ മറിച്ചുവിറ്റെന്ന് കണ്ടെത്തുമ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ഇതിനെ തുടർന്ന് 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ അന്വേഷണവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ പ്രധാനിയെപ്പോലും വെട്ടിലാക്കുന്ന തരത്തിലാണ് വിമർശനം. ഈ ഉന്നത ബന്ധങ്ങളാണ് യഥാർത്ഥ വില്ലനെ രക്ഷിക്കുന്നതെന്ന് സൂചനയുണ്ട്. നടവരവ് വസ്തുക്കളുടെ ചുമതലയുള്ള മുതൽപ്പടി ലക്ഷ്മൺ പോറ്റി, അസിസ്റ്റന്റ് മുതൽപ്പടി മോഹൻകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിലപിടിപ്പുള്ള സാരി, പട്ടുവസ്ത്രങ്ങൾ, പിത്തള വിളക്കുകൾ, സ്വർണം എന്നിവയുടെ കണക്കിലും ലേലം ചെയ്യാതെ നടന്ന വിൽപ്പനയിലുമാണ് ക്രമക്കേടുണ്ടായത്. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. പുതിയതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് വിവരം പുറത്തുവന്നത്. തുടർന്ന് കണക്കെടുപ്പും നടപടിയും ഉണ്ടായി. CPM ചാല ഏരിയ കമ്മിറ്റിക്കു കീഴിലെ യമുന നഗർ ബ്രാഞ്ച് അംഗത്തിനെതിരെയും ആരോപണമുണ്ട്. ക്ഷേത്രത്തിന് കിട്ടുന്ന നടവരവെല്ലാം തത്സമയം ലേലം ചെയ്യും. കിട്ടുന്ന വസ്തുക്കളുടെ മൂല്യം പരിശോധിക്കാതെ തോന്നും വിധം നിശ്ചയിക്കും. അത് ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും. ഇതിനെല്ലാം പിന്നിൽ CPM നേതാവിന്റെ ഇടപെടലും ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കരുത്തു കാരണം ആർക്കും ഒന്നും ചെയ്യാനായില്ല. എന്നാൽ പുതിയതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജ് കൃത്യമായ പരിശോധനകളിലേക്ക് കടന്നു. അങ്ങനെയാണ് നടപടികൾ ഉണ്ടാകുന്നത്. സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിന്റെ അനുയായിയായ ഇയാൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടുസാരി വാങ്ങിയതിനുള്ള രസീതും കണ്ടെത്തി. ജീവനക്കാരൻ അല്ലാത്ത CPM നേതാവ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ഭരണസമിതി അംഗത്തിനെതിരെ നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാനായില്ല. CPMന് മുകളിലാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഭരണസമിതി അംഗത്തിന്റെ ബന്ധമാണ് ഇതിന് കാരണം. അനൌദ്യോഗികമായി ഭരണസമിതി അംഗത്തിന്റെ അനുയായി പ്രതിദിനം 5000 രൂപയോളം വരുമാനമുണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം. ഭരണസമിതി അംഗവുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അന്യസംസ്ഥാന ഭക്തരിൽ നിന്ന് പണം വാങ്ങി ദർശനത്തിന് സൗകര്യം ഒരുക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. പാർട്ടി അംഗവുമായുള്ള സൗഹൃദം ഒഴിവാക്കാൻ ഭരണസമിതി അംഗത്തോട് ഭരണസമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അനുസരിക്കുമോ എന്ന് അറിയില്ല. ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടുസാരി വാങ്ങിയത് ഞെട്ടിക്കുന്നതാണെന്ന് ഭരണസമിതിയിലെ പ്രമുഖർ പ്രതികരിച്ചു. ലേലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ എങ്ങോട്ടാണ് പോയത് എന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന അഭിപ്രായം സജീവമാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ജഡ്ജിയുടെ നിലപാട് നിർണായകമായി തീരുകയും ചെയ്യും. എന്തായാലും ഇവിടെ CPMന് മുകളിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതേസമയം നടവരവ് വസ്തുക്കളുടെ ചുമതലയുള്ള മോഹൻകുമാർ, ലക്ഷ്മൺ പോറ്റി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കണക്കിലും ലേലം ചെയ്യാതെ നടന്ന വിൽപ്പനയിലുമാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നത്. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. ലേലം ചെയ്തു കിട്ടുന്ന സാധനങ്ങളുടെ മൂല്യമൊന്നും പരിശോധിക്കാതെ അത് തോന്നിയ വിലയ്ക്ക് വിൽക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ CPM നേതാവിന്റെ ഇടപെടലും ഉണ്ടായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം.